ഇടവാണെന്നുള്ളി മമിത ബൈജു. ഹായ്, വലുതായിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ലൈഫ് ആഫ്റ്റർ പ്രേമലു ശരിക്കും എങ്ങനെയാണ്? നമുക്കിതൊക്കെ ആദ്യമായിട്ടാണല്ലോ, നമുക്ക് മനസ്സിലായി പരിപാടി. ഹൈദരാബാദിലല്ല ആരതി ഒഴിഞ്ഞത് ശരിക്കും ആ, നെക്സ്റ്റ് ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ എങ്ങനെയാ ഫീൽ ഒക്കെ ചെയ്യണേ? ഞാനൊന്ന് ആലോചിച്ചിട്ട് ഞാൻ തന്നെ റിപ്പീറ്റ് അടിച്ച് കാണുന്ന സീൻ ഏതായിരിക്കും? ഈ പറഞ്ഞ സച്ചിൻ റീനു പരിപാടി സ്ലോ മോഷൻ വരുമ്പോഴത്തേന് ഹായ്. എന്നെ പറ്റി കേൾക്കുന്ന ഏറ്റവും വലിയ റൂമേഴ്സ് റീസെന്റ് വന്ന 15 കോടി, ആ മമ്മിയത് ചിലപ്പം 15 കോടി ആയിരിക്കും, നമുക്ക് 15 കോടി. ഇവളാരാ ഇത്രയൊക്കെ മേടിക്കാൻ? ഇവളാരായി? വിജയ് സാറിന്റെ കൂടെ സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ആണല്ലോ നിങ്ങൾക്ക്? അപ്പൊ ഒരുമിച്ച സെറ്റില് ബർത്ത്ഡേ ആഘോഷിച്ചോ? ഇല്ല, അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ ഓർത്തു അങ്ങനെ ഒരു ദിവസം കിട്ടണേന്നല്ലോ. അതാണ് എല്ലാ മാനിഫെസ്റ്റേഷനും കറക്റ്റ് ആവണമെന്നില്ല. പക്ഷെ എന്നെ ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യും. ഇത് ആക്ച്വലി റീൽ പൂക്കി. ഗോട്ട് റിലീസായി കഴിഞ്ഞപ്പോ സംഗീതേട്ടനും ഈ പറഞ്ഞ കൊറേ ഇങ്ങനെ അത് ട്രോളുകളായിട്ട് ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു സാറിന്. സാർ ചിരിക്കുകയും ചെയ്തു. വർക്കിംഗ് വിത്ത് പ്രദീപ് നാഥൻ ഭയങ്കര നല്ല ആക്ടറാണ്. എപ്പോഴും ഓഡിയൻസ് പെർസ്പെക്റ്റീവില് ചിന്തിക്കും. ഇത് എനിക്കൊക്കെ ഭയങ്കര വിഷമമായ കാര്യം. ബൈക്കിൽ പോണ വീഡിയോ അത് നിന്ന് പോയപ്പോഴത്തേനും കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. കുറച്ച് നല്ല അധികം സങ്കടം ഉണ്ടായിരുന്നു. ഗില്ലിക്കകത്ത് തട്ടിക്കൊണ്ട് പോകുന്ന സീനും പാവടയും ബ്ലൗസും ഒക്കെ ഉണ്ട്. അപ്പം അമ്മയുടെ ഷോളും ഉടുത്തിട്ട് അത് ഹാഫ് സാരി രീതിയിലാക്കും. എന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് മറ്റേ തൃശ ബാഗും പിടിച്ച് പോടില്ല. അങ്ങനെയൊക്കെ വ്ലോഗ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയി. എനിക്കിങ്ങനെ 2 വട്ടം പോയി കണ്ടു. ഇങ്ങനത്തെ ഒരു പണം കിട്ടണം എന്ന് തോന്നൂലേ, അതുപോലെ തോന്നിയൊരു മൊമെന്റാ. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. അയാളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാര്യമായ ഇൻട്രൊഡക്ഷനുകളുടെ ഒന്നും ആവശ്യമില്ല. സോ ലെറ്റ് മീ വെൽക്കം ദ വൺ ആൻഡ് ഓൺലി മമിത ബൈജു. ഹായ് മമിത. ഹായ്, വലുതായിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കാനൊന്നും ഇല്ലെന്ന് മീൻസ് നമുക്കറിയാലോ, നമ്മുടെ ഗേൾ നെക്സ്റ്റ് ഡോർ, നമ്മുടെ വീട്ടിലെ കുട്ടി എന്നൊക്കെ പറയണ. ഇപ്പൊ ശരിക്കും മമിത ഇന്റർവ്യൂസിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞ് വിഷ് ചെയ്താലുണ്ടല്ലോ, അത് പിന്നീട് സംഭവിക്കാറുണ്ട്. ഇപ്പൊ വിജയ് സാറിന്റെ കൂടെ ഇനി അഭിനയിക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ എന്ന് ചോദിച്ച സമയത്ത് പിന്നീട് ജനനായകനിൽ അഭിനയിക്കുന്നു. സൂര്യ സാറിന്റെ കൂടെ പണ്ട് അഭിനയിച്ചപ്പോ ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല, എന്നാ ഇപ്പൊ അഭിനയിക്കുന്നു, ഫോട്ടോ എടുത്തു എന്ന് തോന്നുന്നു. ശരിക്കും എങ്ങനെ ഇന്റർവ്യൂല് പറയുമ്പോ കാര്യങ്ങൾ എന്തെങ്കിലും വിഷയാനുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ കുറെ വിഷയങ്ങളുണ്ടാവും. പക്ഷെ എല്ലാം ഒരു ഭാഗ്യം. സത്യം പറഞ്ഞ ഇത് ഞാൻ അന്ന് നമ്മൾ വിചാരിക്കാത്ത കാര്യം പറയുന്നത്, നമ്മൾ ഒരിക്കലും ഇത് നടക്കുപോലും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ലാത്ത കാര്യങ്ങൾ പറയുന്നു. നമ്മളെ ആഗ്രഹങ്ങൾ മാത്രം നമ്മൾ പറയുന്നു. അത് സത്യമാകുക, റിയൽ ലൈഫിൽ നമുക്ക് അത് കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോഴാണ് എനിക്ക് മാനിഫെസ്റ്റേഷൻസൊക്കെ അർത്ഥം മനസ്സിലാവുന്നു. ഈ റൈറ്റ് ആഫ്റ്റർ പ്രേമലു ഇപ്പൊ ഒരു പടം പ്രൊമോട്ട് ചെയ്യുന്നത് ശരിക്കും കേരളത്തിലെ ഡ്യൂഡാ. എന്താ ഡ്യൂഡ് ഈസ് ഓൾ അബൌട്ട്? ഡൂഡ് എന്ന് പറഞ്ഞ ഒരു ഫൺ പാക്ഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ്. കുറേ എന്താ പറയുക, ലൈഫ് ലെസൺസ്, അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ കുറേ ഡയലോഗ്സിൽ നിന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ഈ ട്രെയിലറിനകത്തൊക്കെ ചില ഡയലോഗ്സ് ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാവും. അതിനകത്ത് പറയുന്നുണ്ട് മറ്റുള്ളവരുടെ ഫീലിങ്സിനെ ഇപ്പം ക്രിഞ്ചായിട്ട് കാണുന്നതാണ് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ സത്യമാണ്. സത്യം പറഞ്ഞാൽ ഞാനും വിചാരിക്കാറുണ്ട്, മറ്റുള്ളവർ ഇപ്പം നമ്മൾ ജെന്യുവനായിട്ടൊരു കാര്യം പറയുകയാണെന്നുണ്ട്, അയ്യേ ക്രിഞ്ച്. ഇപ്പം ഞാൻ പറയാം, എന്താ പറയുക, യു ആർ സോ സ്വീറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ജെന്യുവൻലി അത് പറയുക, ഈ ക്രിഞ്ച് എന്ന് പറയും. ഞാനല്ല, മറ്റുള്ളവരത് പറയുമ്പോഴത്തേനും നമുക്കത് ചേടാ ഇതിപ്പോ ജെന്യുവൻലി പോലും ഒരു കാര്യം പറയാൻ പറ്റത്തില്ലല്ലോ എന്നാണ് പോയി. അതങ്ങനെയാണ്. അപ്പൊ അങ്ങനത്തെ ഡയലോഗ്സും കുറേ പരിപാടികളുണ്ട് അതിനകത്ത്. അപ്പം ഒരു സോഷ്യൽ മെസ്സേജ് ഉണ്ട്. സോ ഇറ്റ്സ് എ പാക്ഡ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ഈ ട്രെയിലർ കണ്ടപ്പോഴേ ഈ കുരളുടെ ക്യാരക്ടറിന്റെ ഇമോഷണൽ സൈഡാണ് ഏറ്റവും കൂടുതൽ ആളുകൾ റിലീസ് ആയിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നാ നമ്മൾ കുറേ സ്ഥലത്ത് വായിക്കാൻ പറ്റിയത്. ശരിക്കും ആ ഇമോഷണൽ സൈഡ് എങ്ങനെയാ ഫസ്റ്റ് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഫീൽ ചെയ്ത്? എനിക്ക് കീർത്തി സാറാണ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു, ഈ സീനിൽ ഇങ്ങനെ ആയിരിക്കണം ഇമോഷൻ, ഇതായിരിക്കണം മീറ്റർ, കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്ന്. അത് നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും നമുക്ക് സ്ക്രിപ്റ്റ് റീഡിങ് സെഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വായിക്കുമ്പോഴാണെങ്കിലും കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഞാനിങ്ങനെ പെൻസിൽ വെച്ച് നോട്ട് ചെയ്തെടുക്കും, ഇതെങ്ങനെയാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാറ്. അപ്പോൾ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കൺവിക്ഷനിലാണ് നമ്മളവിടെ പോയി നമ്മൾ സെറ്റിലേക്ക് ചെല്ലുന്നത്. എന്നിട്ട് സെറ്റിൽ ഒരു സെറ്റ് ഓഫ് റിഹേഴ്സലും പരിപാടികളോ അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, അവിടുത്തെ പ്ലേ എന്താണ്, സ്റ്റേജിങ് എന്താണെന്നൊക്കെ നോക്കും.
അപ്പോൾ ഇത് കഴിയുമ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. പിന്നെ ഫസ്റ്റ് ടേക്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇപ്പോൾ ആരാണോ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് അവരായിട്ടുള്ള ഒരു എന്താണ് ഗിവ് ആൻഡ് ടേക്ക്, എന്തായിരിക്കും പരിപാടി, ഇവരെന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇംപ്രൊവൈസേഷൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ പരിപാടി കിട്ടി കഴിയുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാവും ദിസ് ഈസ് ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ബി. ഓക്കെ, ശരിക്കും പറഞ്ഞല്ലേ ഇപ്പൊ ഡ്യൂഡ് ഭയങ്കര ഒരു കൊളാബറേഷൻ ആണല്ലോ. ഇപ്പൊ പ്രദീപ് ശരിക്കും കളർപ്പടം കണ്ടിട്ട് അതിനകത്ത് ഒരു സീൻ കണ്ടിട്ട് ശരിക്കും ലവ് ടുഡേയിലേക്ക് കാസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കീർത്തിശ്വരൻ പറഞ്ഞതും സൂപ്പർ ഷെറിനിലെ പഴം എറിയുന്ന സീൻ കണ്ടിട്ടാണെങ്കിൽ സൂപ്പർ ഷെറിനെ ഫുള്ളും കണ്ടതും ഇവഞ്ച്വലി കാസ്റ്റ് ചെയ്യാൻ തോന്നിയതും സായിയുടെ കൂടെ മുമ്പ് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ പോയതാണ്. ഭയങ്കര ഒരു കൊളാബറേഷൻ കൂടെയാണല്ലോ. എന്താ പറയണ ഹോൾ വേൾഡ് അല്ലെങ്കിൽ യൂണിവേഴ്സ് ഇതിനു വേണ്ടി കാത്തുവെച്ചാന്ന് പറയണ പോലെ. എങ്ങനെ ശരിക്കും കൊളാബറേഷനിൽ ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പം പ്രേമലു റിലീസാവുന്നതിന് മുന്നേ ആണ് എന്നിലേക്ക് ഇത് അപ്രോച്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പ്രേമലു റിലീസായതിനു ശേഷം ഒരു വീക്കും കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ നരേഷൻ കേൾക്കുന്നത്. അപ്പോൾ സൂപ്പർ ശരണ്യയുടെ ക്ലിപ്സ് കണ്ടിട്ടാണ് സൂപ്പർ ശരണ്യ സിനിമ കാണുകയും കീർത്തി സാറ് എന്നെ അപ്രോച്ച് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ സായിയുടെ ഫസ്റ്റ് കച്ചി സാറ് ഇറങ്ങിയപ്പോഴാണ് ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആള് അപ്രോച്ച് ചെയ്യുന്നത്, സാറ് സായിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ലവ് ടുഡേ ഒക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് ആ സമയത്താണ് പ്രദീപ് സാറിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെ ആക്ച്വലി അന്ന് ഇവരെല്ലാവരെയും നോട്ട് ചെയ്ത് ഇവരെല്ലാവരെയും അപ്രോച്ച് ചെയ്തിരുന്നു. ബട്ട് ഇതൊക്കെ ഒരു പോയിന്റിന് ശേഷമാണ് ഇതെല്ലാം ഒന്നിച്ചത് എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. അപ്പം മൈത്രി ഇതിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത് ബാക്ക് ചെയ്തു. മാത്രമല്ല ഇതിനകത്ത് കുറേ സെറ്റ് ഓഫ് കുറേ ആക്ടേഴ്സ്, കുറേ ക്രൂ, എല്ലാവരും ഇതിനകത്ത് ഒന്നിനൊന്നും മെച്ചമാണ്. ഇപ്പം എന്താ പറയുക, പറഞ്ഞ സായി, എല്ലാവരും ഇപ്പം സൗണ്ട് ഡിസൈനർ ആട്ടെ, എഡിറ്റർ ഭരത് വിക്രമൻ, എല്ലാവരും അവരുടെ പാട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ആവുന്നത്. ഞാൻ ഡബ് കഴിഞ്ഞിട്ട് കുറച്ച് പോർഷൻസൊക്കെ കാണുമ്പോഴാണെങ്കിലും നമ്മളെങ്ങനെയാണോ കീർത്തി സാർ ആക്ച്വലി വിഷൻ എങ്ങനെയാണോ ചെയ്തത്, എങ്ങനെയാണോ നരേഷനിലൊക്കെ നമുക്ക് പറഞ്ഞിരുന്നത് ഇവിടെ കട്ട് ഇങ്ങനെയാണ് ഇതാണ് എന്ന് പറഞ്ഞിരുന്നത്, അതേപോലെ നമുക്കത് വിഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഓക്കെ. സാറിന് എങ്ങനെയാണോ വേണ്ടിയിരുന്നത് ആസ് എ ഡെബ്യൂ ഡയറക്ടർ, എന്താ പറയുക, ഭയങ്കര സാറിന് സാറ്റിസ്ഫൈഡ് ആയി ഈ ഒരു പടം കഴിഞ്ഞപ്പോൾ. ആൻഡ് ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ ഹി ടോൾഡ് മീ ഞാൻ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതുപോലെ വന്നിട്ടുണ്ട്. ഐ എം വെരി സാറ്റിസ്ഫൈഡ്. എനിക്കറിയത്തില്ല ഇത് എങ്ങനെയാവും, പടം എങ്ങനെയാവും, അതിൻ്റെ ഔട്ട്കം എങ്ങനെയാവും ഒന്നും അറിയില്ല, പക്ഷെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ലൈഫ് ആഫ്റ്റർ പ്രേമലു ശരിക്കും എങ്ങനെയാണ് പെട്ടെന്നൊരു ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക റെക്കഗ്നിഷൻ കിട്ടി. നമ്മളെ ഇപ്പം ഹൈദരാബാദിലെ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ ആൾക്കാർക്കറിയാം. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് നമ്മൾ അവിടെ എയർപോർട്ടിൽ പ്രേമലുവിന്റെ പ്രൊമോഷന്റെ സമയത്ത് നമുക്കിതൊക്കെ ആദ്യമായിട്ടാണല്ലോ, നമുക്ക് മനസ്സിലായില്ല പരിപാടിന്ന്. പിന്നെ പറഞ്ഞ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതാണ്. അത് ഓരോ പ്രൊമോഷന്റെ സമയത്ത് ഇവർക്ക് ഇഷ്ടമുള്ളവരെ അങ്ങനെ ചെയ്യും. ഈ പണ്ടേ പോക്കിരി കണ്ടിട്ട് അസിനെ പോലെ കണ്ണാടിയുടെ ഫ്രണ്ടില് ആക്ട് ചെയ്തിട്ടുള്ള ആള് പിന്നീട് ഇവഞ്ച്വലി പ്രേമലൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ റീനുവിനെയും സൂപ്പർ ശരണ്യയിലെ സോനാരേനൊക്കെ എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റീൽസ് ആയിട്ടൊക്കെ കാണുമ്പോൾ ശരിക്കും അതിനൊരു സാറ്റിസ്ഫാക്ഷൻ എന്താണ്? അതാണ് ആ വേർഡ്, സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഭയങ്കര ഹാപ്പിനെസ് ആണ്. നമ്മള് ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേനും അത് ആൾക്കാരിലേക്ക് എത്തണം, ആൾക്കാർ ചർച്ച ചെയ്യപ്പെടണം, അല്ലെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യപ്പെടണം എന്നൊക്കെ വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യാറ്. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് റീനു ഒക്കെ ചെയ്യുന്നത് വെച്ചാൽ റീനു ചെയ്യുമ്പം എൻ്റെ മൈൻഡിലുള്ളത് ആ റീനുവിനെ പോലുള്ള കുറേ പേരെ എനിക്കറിയാം. അപ്പം അവർക്കൊക്കെ റിലേറ്റ് ആവും ഇത് എന്നുള്ളൊരു കൺവിക്ഷനിലാണ് ഞാൻ ആ പടം അല്ലെങ്കിൽ ആ ക്യാരക്ടറൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് എന്താ പറയുക, ഈ റീൽസിനകത്ത് കുഞ്ഞു കുട്ടികളൊക്കെ മുടി മുറിക്കുക, റീനുവിൻ്റെ ഹെയർ സ്റ്റൈൽ ലൈക്ക് അങ്ങനെ കട്ട് ചെയ്യുക, അങ്ങനത്തെ ഡ്രസ്സ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ ക്യാരക്ടർ എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട്, അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടെന്നുള്ളൊരു ഇതൊന്നും അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആ ടൈം ഓർമ്മയുണ്ടോ അസിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന? പിന്നെ ഓർമ്മയുണ്ട്. വേറെ ആരൊക്കെ ചെയ്തിട്ടില്ല അങ്ങനെ വെച്ചാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേ പടം ഇപ്പം എന്തെങ്കിലും ഗില്ലിക്കകത്ത് തട്ടിക്കൊണ്ട് പോകുന്ന സീനും അങ്ങനെയൊക്കെ വെറുതെ മറ്റേ എനിക്ക് പണ്ട് മറ്റേ കൊച്ചിലെ
പാവാടയും ബ്ലൗസും ഒക്കെ ഉണ്ട്. അപ്പം അമ്മയുടെ ഷോളും ഉടുത്തിട്ട് അത് ഹാഫ് സാരി രീതിയിലാക്കും. എന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് മറ്റേ തൃശ ബാഗും പിടിച്ച് ഓടൂല. അങ്ങനെയൊക്കെയുള്ള ചെറിയ 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 കാര്യങ്ങൾ. വർക്കിംഗ് വിത്ത് പ്രദീപ് രംഗനാഥൻ നമുക്കറിയാം, പുള്ളി ഡയറക്ടറാണ്, ആക്ടറായിട്ടും ഒരുപാട് റെക്കഗ്നൈസേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ശരിക്കും വർക്കിംഗ് വിത്ത് എങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ? ഭയങ്കരമാണ്. നമുക്കൊരു ഫ്രണ്ടിൻ്റെ കൂടെ നമ്മൾ അഭിനയിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അത്രയും കംഫർട്ടബിൾ ആക്കും, അത്രയും എന്താ പറയുക, ഭയങ്കര നല്ല ആക്ടറാണ്. അതായത് ആള് ചെയ്യുന്നതും ആ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയാണ് നടക്കുന്നതും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ റിയാക്ഷൻസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാം ശ്രദ്ധിക്കും. ഇപ്പം ചിലരെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊക്കെ ഒരു പരിധിവരെ അങ്ങനെയായിരുന്നു തോന്നും. അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് നമ്മൾ അതിലും കുറച്ച് കോൺഷ്യസ് ആയിപ്പോവും. നമ്മൾ ചെയ്യുന്നത് മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഡയറക്ടറും കൂടെ ആയത് കാരണമായിരിക്കണം, എല്ലാം ശ്രദ്ധിക്കും. എല്ലാം ശ്രദ്ധിച്ചിട്ട് അതിനനുസരിച്ച് പ്ലേ ചെയ്യും. പിന്നെ ആള് എപ്പോഴും ഓഡിയൻസ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കും. ഈ സീൻ ഓഡിയൻസ് ലൈക്ക് ഈ സീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസിൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കും. അപ്പം കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടായി സാറിൽ നിന്ന്. ഇപ്പൊ ഒരുപാട് സിനിമകൾ വരാനിരിക്കുന്നുണ്ട് അപ്കമിങ് ലൈനപ്സിലൊക്കെ. പക്ഷെ എന്നാലും ആളുകൾ എപ്പോഴും ഈസി ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഷീ ഈസ് വെരി ലക്കി. ഇതിന്റെ പുറകിലുള്ള ഒരു സൈഡ് സ്റ്റോറി ഉണ്ടല്ലോ, ഇതിന്റെ ഹാർഡ് വർക്ക്, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന ഓഡീഷൻ ടൈമും അല്ലെങ്കിൽ ഹണി ബി ടൈമിലൊക്കെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇപ്പൊ ആൾക്കാർ എപ്പോഴും പറയുന്ന ഒരു ലേഡി സൂപ്പർ സ്റ്റാർ, നെക്സ്റ്റ് ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ എങ്ങനെയാ ഫീൽ ഒക്കെ ചെയ്യണം ശരിക്കും? അങ്ങനെ അതും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. എനിക്ക് അങ്ങനെ ഒരു പരിപാടി എനിക്കറിയില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പം ലക്കിയാണെന്ന് പറയുന്നതിന് ഈ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഹാർഡ് വർക്ക്, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ വർക്കുകളുണ്ട് അതിൻ്റെ. അപ്പം അങ്ങനെ എല്ലാം കൂടെ വന്നിരിക്കുമ്പോഴാണല്ലോ ഈ ലക്ക് എന്നുള്ള ഫാക്ടറും കൂടെ. ലൈക്ക് ഇപ്പം ഞാൻ വെറുതെ എനിക്ക് ലക്ക് മാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചുമ്മാ ഇരിക്കുക, എനിക്ക് ലക്ക് കുറേ ഉണ്ട്, പക്ഷെ ഒന്നും ആവില്ല. നമ്മൾ അതിനനുസരിച്ച് എല്ലാവരും അതെ അതിനനുസരിച്ച് പണിയെടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയോ അതെല്ലാം കൺവേർട്ട് ടു ഒരു പോയിന്റിലേക്ക് എത്തും. നമുക്കത് എന്താ പറയുക കിട്ടും. അപ്പം നമ്മളൊരു പടം ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാതെ ആ ഒരു പോയിന്റിലേക്ക് മാത്രം ശ്രദ്ധിച്ചിട്ടല്ല. നമ്മളിങ്ങനെ കോൺസ്റ്റൻ്റ്ലി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഒരു സിനിമയുടെ ഒരു ഓഡീഷന് പോയി, എനിക്ക് കിട്ടിയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിർത്തുക എന്നല്ല. നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക, എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ഒരു പോയിന്റിൽ അത് ക്രാക്ക് ആവും. അതിനെയാണ് ഇവർ ലക്കെന്ന് പറയുക. സോ ആ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ്, ആ ഓപ്പർച്യൂണിറ്റി നമ്മളുടെ കയ്യിലേക്ക് വരുന്നതാണ്, അല്ലെങ്കിൽ ആ ഓഡീഷൻ കോൾ നമ്മൾ കാണുന്നതാണ് മേ ബി നിമിത്തം ലക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടാണത്. നമ്മൾ ചെയ്യുക, അതിൻ്റെ ഇപ്പം ഓഡീഷൻ ചെയ്ത് നമുക്ക് കിട്ടി, എന്നിട്ട് നമ്മൾ ആ ക്യാരക്ടർ എങ്ങനെ ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. പിന്നെ ഓഡിയൻസിനുള്ള കാര്യങ്ങളാണ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ആ ക്യാരക്ടർ സ്വീകരിക്കപ്പെടാൻ പോകുന്നത്. പെട്ടെന്ന് ആൻസർ പറയണം കേട്ടോ. വൺ വേർഡ് കൈൻഡ് ഓഫ് ഇതാണ്, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം. ഞാൻ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അരിവെറുക്കിയ വേഷം ഡാഷാണ്. ഇതുവരെ അരി പറക്കിയിട്ടില്ല. ചാലഞ്ചിങ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ അതെല്ലാം ഞാൻ അത്രയും എൻജോയ് ചെയ്തിട്ട് ചാലഞ്ചിങ് ആയിട്ടുള്ള പരിപാടി എനിക്കിഷ്ടമാണ് ചെയ്യാനായിട്ട്. അപ്പം അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തത്. ഈ കുരല് കുറച്ചുകൂടെ ചാലഞ്ചിങ് അല്ലേ? അല്ല, കുരൽ അത്രയും ചാലഞ്ചിങ് ആയിരുന്നില്ല. എല്ലാത്തിൻ്റെയും പിറകിൽ അതിൻ്റെതായിട്ടുള്ള വർക്ക് ഉണ്ട്. ഇപ്പം നമ്മളൊരു സീൻ ഇപ്പം ആരാണെങ്കിലും എനിക്ക് തോന്നുന്നു പ്രദീപ് സാറൊക്കെ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും വരുന്നത്. എന്താണ് ചെയ്യുക, എന്താണ് പരിപാടി. ഞാൻ തലേ ദിവസം തന്നെ, എനിക്ക് ലാംഗ്വേജിൻ്റെ പ്രശ്നം കൂടെ ഉള്ളത് കാരണം ഞാൻ തലേ ദിവസം തന്നെ കറക്റ്റായിട്ടുള്ള സീൻ മേടിച്ചിട്ട് അത് കുത്തിയിരുന്ന് പഠിച്ച്, എന്താ പറയുക, ഇപ്പം രാത്രി ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അന്ന് തന്നെ രാത്രി പഠിച്ചിട്ടേ കിടക്കത്തുള്ളൂ. എന്നിട്ട് രാവിലെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഒരു ചെറിയ എന്താ പറയുക, ഇപ്പം ക്ലീൻ സ്ലേറ്റിലായിരിക്കും പോകുന്നത്, പക്ഷേ ഡയലോഗ്സ് കറക്റ്റായിരിക്കും, ആ മോഡുലേഷൻസ് കാര്യങ്ങളെല്ലാം കറക്റ്റാക്കിയിട്ടൊന്ന് വെൽ പ്രിപ്പയർഡ് ആയിട്ടായിരിക്കും ഞാൻ പോവുക. ഏത് രീതിയിൽ വേണേലും ആ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ ഇമോഷനെ മാറ്റിയാലും നമ്മളുടെ കയ്യിൽ നിന്ന് ഡയലോഗ്സ് പോവില്ല, നമ്മൾ പ്രിപ്പയർഡ് ആണ് എന്നുള്ള രീതിയിലായിരിക്കും നിൽക്കുക. അപ്പം ആ വർക്ക് എപ്പോഴും എല്ലാവരും എടുക്കുന്നതാണ്. ഇതുവരെ അഭിനയിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഫേവറേറ്റ് സീൻ, അല്ലെങ്കിൽ ഞാൻ തന്നെ റിപ്പീറ്റ് അടിച്ച് കാണുന്ന സീൻ ഏതായിരിക്കും?
ഒന്നുമില്ല. അങ്ങനെ റീൽസ് ഒക്കെ ആയിട്ടൊക്കെ വരുമ്പോൾ എനിക്കൊന്ന് റീൽസിനകത്ത് എനിക്കൊന്ന് സൂപ്പർ ഷെർണിയുടെ പഴം എടുത്തറിയുന്നില്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ബേസിക്കലി അത് എന്താണെന്ന് അറിയത്തില്ല, അത് ആ സമയത്ത് പെട്ടെന്ന് ചെയ്ത പരിപാടിയാണത്. ഒറ്റ ടേക്ക് ആയിരുന്നില്ല. അതെന്ന് വെച്ചാൽ പഴം അവിടെ കുടുങ്ങണല്ലോ, അതായത് അനു പഴം എറിയുമ്പോഴത്തേന് അത് കുടുങ്ങണം. ബേസിക്കലി അത് കുടുങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് 2 ടേക്കിൽ ആ പഴം ശരിക്കും പുറത്തേക്ക് പോയില്ല, അത് തട്ടി അങ്ങനെ നിന്നു. അപ്പം അങ്ങനെയുള്ള ചെറിയ ഇതുണ്ടായിരുന്നു, സെൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ ഒരു ആഫ്റ്റർ 2 ടേക്സ് ഒക്കെയാണ് പിന്നെ ശരിയായത്. പക്ഷെ ആ റിയാക്ഷൻ ആണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല, വാക്കാണോ എന്തോ, എനിക്ക് ആ പരിപാടി എനിക്കിഷ്ടം. പിന്നെ അതിൻ്റെ സ്റ്റിക്കറും ഉണ്ട്, അതെല്ലാവരും എനിക്ക് അയച്ചു തരും. എന്തെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേനും അവർ ലൈക്ക് ഞാൻ പറഞ്ഞത് വേസ്റ്റ് ആണെന്നുള്ള രീതിയിൽ അതെനിക്ക് തന്നെ അയച്ചു തരും. പിന്നെ കാണാറുണ്ട്. അതിനകത്ത് ഭയങ്കര ഒരു ലവബിൾ ക്യാരക്ടർ ആണല്ലോ. അപ്പം അതൊക്കെ കാണുമ്പോഴത്തേന് ഈ പല പല പാട്ടിലൊക്കെ പല പല പാട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആക്കിയിട്ട് ഇങ്ങനെ, ഇപ്പം ഇതിനകത്ത് തന്നെ മറ്റേ ഊരും പ്ലേറ്റിനകത്ത് അതിനകത്ത് സച്ചിൻ റീനു ആണോ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ സച്ചിൻ റീനു പരിപാടി സ്ലോ മോഷൻ വരുമ്പോഴത്തേന് ഹായ് കൊള്ളാം. കംഫർട്ട് ഫുഡ് ഇൻ ബിറ്റ്വീൻ ഷൂട്ട്സ്. ഇൻ ബിറ്റ്വീൻ ഷൂട്ട് കംഫർട്ട് ഫുഡ്. ഒരു സെക്കൻഡ്, മനോജേട്ടാ എന്താ ഏട്ടാ? ഞാൻ എപ്പോഴും ചോദിക്കാറുള്ള എന്താ കംഫർട്ട് ഫുഡ്? എൻ്റെ കാപ്പിയാണോ? കാപ്പി. എപ്പോഴും എനിക്ക് മറ്റേ ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കാപ്പി. ആൻഡ് ഫുഡ് ഐ തിങ്ക് ദോശ. എന്താണെങ്കിലും ഞാൻ എന്താണെങ്കിലും കഴിക്കും, അങ്ങനൊന്നുമില്ല. ഇല്ല അതൊക്കെ ഫോളോ ചെയ്യുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഇപ്പോഴും റിയലൈസ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ലൈക്ക് അവർക്കറിയാം, അതായത് ഓക്കെ അവൾ പടങ്ങൾ ചെയ്യുന്നു, അവൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നു, അതിനനുസരിച്ച് അവരെന്നെ എന്താ പറയുക വിടുന്നു എന്നുള്ളതാണ്. അതായത് ബേസിക്കലി ടേക്ക് കെയർ ചെയ്യുന്നു. അതല്ലാണ്ട് ഒരുമിച്ചൊക്കെ പോകുമ്പോൾ ആൾക്കാരത് സെൽഫി എടുക്കണ അവർക്ക് ബേസിക്കലി പ്രൗഡ് മൊമെന്റ് ആണല്ലോ. അല്ലാണ്ട് ഓക്കെ അവള് സെലിബ്രേറ്റ് ചെയ്യുക അങ്ങനെയല്ല. അതായത് കൊച്ചു ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ പ്രേമലും ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും അത് ആ ക്യാരക്ടർ അല്ലെങ്കിൽ ആ സിനിമ ഭയങ്കര ഹിറ്റ് ആകുമ്പോഴത്തേനും ആ പ്രൗഡ് മൊമെന്റ് അവർക്ക് ഭയങ്കരമായിട്ടുണ്ട്. അല്ലാണ്ട് അവരെന്നെ ഒരിക്കലും സെലിബ്രേറ്റ് ആയിട്ട് കാണില്ല. അത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല കേട്ടോ. ചേട്ടനും അതെ, ചേട്ടൻ ബേസിക്കലി ചേട്ടൻ അതായത് അത് അക്നോളേജ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരും, ഓക്കെ നീ ഈ സ്റ്റേജിലാണ് ഇപ്പം നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പക്ഷെ അതർ ദാൻ ദാറ്റ് അങ്ങനെ സെലിബ്രേറ്റ് അങ്ങനെ കാണാനും എനിക്ക് അവരങ്ങനെ എന്നെ കാണണമെന്നും എനിക്ക് ആഗ്രഹമില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി, ഇവരാണ് നമ്മളെ ഗ്രൗണ്ടഡ് ആക്കി നിർത്തുന്നത്. അതങ്ങനെ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. വിജയ് സാറിന്റെ കൂടെ സെയിം ഡേറ്റ് ഓഫ് ബർത്ത് ആണല്ലോ നിങ്ങൾക്ക്? അപ്പോൾ ഒരുമിച്ച് സെറ്റിൽ ബർത്ത്ഡേ ആഘോഷിച്ചോ? ഇല്ല, അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ ഓർത്തു അങ്ങനെ ഒരു ദിവസം കിട്ടണേന്ന് ആലോചിച്ചു. അതാണ് എല്ലാ മാനിഫെസ്റ്റേഷനും കറക്റ്റ് ആവുന്നില്ല. പക്ഷേ സ്റ്റിൽ അതായത് ഞാനിങ്ങനെ ആദ്യത്തെ ദിവസം പോയിട്ട് സാറിനോട് പറഞ്ഞു, സാർ നമ്മുടെ ബർത്ത്ഡേ ഒരേ നാളിലാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആണോ അങ്ങനെയുള്ള കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കേക്ക് മുറിക്കാൻ പറ്റില്ല. എന്താ ശരിക്കും പുള്ളിയോട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ? ഭയങ്കര കാമാണ്. എന്തുണ്ടായാലും ഭയങ്കര കാം, ലൈക്ക് ഭയങ്കര ഒബ്സർവ് ചെയ്യും ആൾക്കാരെ, എന്നിട്ട് എന്നെ ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യും. അങ്ങനെ റിയൽ മാനറിസംസ്, എൻ്റെ റിയൽ മാനറിസം ഞാൻ എങ്ങനെയാണ് നടക്കുന്നത് പറയുന്നതൊക്കെ ഉള്ളത് ഇമിറ്റേറ്റ് ചെയ്യും. ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് റിലീസിന്റെ ദിവസം, ഷൂട്ടിങ്ങിന്റെ ആദ്യത്തെ ദിവസം? ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് റിലീസിന്റെ ദിവസം. ഭയങ്കര ടെൻഷനാണ് എനിക്ക്. ആദ്യത്തെ ദിവസം പോകാൻ തന്നെ എനിക്ക് മടിയാ. സകല ദൈവങ്ങളെ വിളിച്ചിട്ട് മറ്റേ കയ്യും കാലും പറിച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. ഫോണിൽ സേവ് ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ സെലിബ്രിറ്റി? വിജയ് സാർ, സൂര്യ സാർ, അവരൊക്കെ ഉണ്ട്. മെസ്സേജ് അയക്കാറുണ്ടോ വിജയ് സാർ? എന്തെങ്കിലും ട്രോൾസോ മീംസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യും. അങ്ങനെ അത് സാർ തന്നെ പറയും, എന്തെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അയച്ചതാ. അപ്പൊ എന്തെങ്കിലും ഫണ്ണി മീംസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അല്ലാണ്ട്
ഇപ്പൊ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള മൂവീസിലെ ഒരു സ്റ്റാറാണ് സൂര്യ. പുള്ളിയുടെ ഒരു റിയൽ ലൈഫിൽ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോ എങ്ങനെയായിരുന്നു? പഴയ സെറ്റിന്റെ ഓർമ്മകൾ പറഞ്ഞപ്പോ. സൂര്യ സാറായിട്ട് വന്നപ്പോഴത്തേനും ഫൈനലി വി ആർ ഡൂയിങ് എ ഫിലിം ടുഗെദർ എന്ന് പറഞ്ഞു. ബിക്കോസ് വണങ്ങാൻ ആക്ച്വലി നമ്മൾ ഡ്രോപ്പ് ആക്കിയായിരുന്നല്ലോ. അപ്പം അത് എനിക്കൊക്കെ ഭയങ്കര വിഷമമായ കാര്യം. സാറും അത്രയും ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട്. വീഡിയോ അപ്പം അത് നിന്ന് പോയപ്പോഴത്തേനും കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. കുറച്ച് നല്ല അധികം സങ്കടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വീണ്ടും ഹാപ്പൻ ചെയ്തപ്പോഴത്തേനും ഭയങ്കര ഹാപ്പി ആയി. ഓക്കെ, മമിതയുടെ ഗോ ടു മൂവീസ് ഏതൊക്കെയാ? കുറച്ച് സ്ട്രെസ്ഡ് ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ ജസ്റ്റ് സിംപ്ലി വാച്ച് ചെയ്യാൻ. റോം കോംസ്. ഓക്കെ കൺമണി തന്നെയാണ് എപ്പോഴും. റോം കോംസ്, ഓക്കെ കൺമണി, എന്താണെങ്കിലും, അതായത് എനി റോം കോംസ് വിത്ത് ഹാപ്പി എൻഡിങ്. ഓക്കെ, ഞാൻ എന്നെ പറ്റി കേൾക്കുന്ന ഏറ്റവും വലിയ റൂമേഴ്സ്. ഞാൻ എന്നെ പറ്റി കേൾക്കുന്ന റീസെന്റ് വന്ന 15 കോടി കിട്ടിയില്ലേ? അത് കേട്ടപ്പോ ശരിക്കും ഇങ്ങനെ ഫീൽ ചെയ്ത്. അതെന്ത് ഫീൽ ചെയ്യാൻ, ഇത് വേറെ, അതായത് അവരിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇടും, ചുമ്മാ തോന്നിയ ഒരു നമ്പർ. ഓക്കെ, മമ്മിത് ചിലപ്പം 15 കോടിയായിരിക്കും മേടിക്കുന്നത്, മമ്മിത 15 കോടി അതിന്റെ താഴെ വരുന്നത്. ഇവളാരാ ഇത്രയൊക്കെ മേടിക്കാൻ? ഇവളാരായി? വെറുതെ ആരുടെയോ മനസ്സിൽ തോന്നിയ ഒരു സാധനം നമുക്ക് മൊത്തം പഴിയും. അങ്ങനെ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ക്രേസിയസ്റ്റ് ഫാൻ മൊമെന്റ് ഏതാ? ഏറ്റവും ക്രേസിയസ്റ്റ് ഫാൻ മൊമെന്റ് തമിഴ്നാട്ടിലൊക്കെ നമ്മള് ലോഞ്ചിന്റെ സമയത്ത് കണ്ടു. ഇങ്ങനെ അവർ ഇൻട്രോ കൊടുക്കുമ്പോ തന്നെ ഇറ്റ്സ് ലൈക്ക് ഭയങ്കര മാസ് ബിൽഡപ്പ് ആൻഡ് ഓൾ. എന്തായിരുന്നു ശരിക്കും ഏറ്റവും വലിയ ഫാൻ മൊമെന്റ്? എനിക്ക് തോന്നുന്നത്, ഞാൻ ഐഫയില് അവാർഡ്സിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കിട്ടിയത് ആക്ച്വലി സൂപ്പർ ശരണ്യക്കായിരുന്നു തോന്നുന്നു. പക്ഷെ പ്രേമലൂർ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട്, അതായത് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഐഫ നടക്കുന്നത്. അപ്പം ഇതേപോലെ ഞാൻ ഇങ്ങനെ കയറുമ്പോഴത്തേന് ഇങ്ങനെ സ്ക്രീനിൽ അങ്ങനെ എന്തോ കാണിച്ചപ്പോഴാണെന്ന് തോന്നുന്നു, ഭയങ്കര ക്രൗഡായിരുന്നു, ഭയങ്കര ബഹളം. അപ്പം ഞാൻ, അതായത് ഇത് നടക്കുന്നത് ദുബായ് അങ്ങാണ്ട, അബുദാബിയാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല, ഇത്രയും ക്രൗഡിനെയോ അല്ലെങ്കിൽ ഇത്രയും ഒരു ആരവം ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്ടാണ് പോകുന്നത്. നമ്മളവിടെ പോകുന്നു, ഇരിക്കുന്നു, അവാർഡ് മേടിക്കുന്നു, വരച്ച് സ്പീച്ച് പറയുന്നു എന്നുള്ളതാണ് എൻ്റെ മൈൻഡിലിരിക്കുന്നത്. പക്ഷെ ചെന്നപ്പോൾ തന്നെ ഭയങ്കര, നമുക്കത് കേൾക്കാൻ പറ്റും. അപ്പം എനിക്ക് ഭയങ്കര ഹാപ്പി. എന്നിട്ട് കുറേ പേര് മമിത, ഐ ലവ് യു, റീനു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോഴത്തേനും അത് ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു. ഐ ഡിഡ്ന്റ് എക്സ്പെക്ട് ദാറ്റ്. ഈ കോളേജ് പ്രൊമോഷൻസിനൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ വൈബ്? ഭയങ്കര രസമല്ലേ. അതായത് ഇപ്പം സിമിലർ ഏജ് ഒക്കെ ആണല്ലോ, അപ്പം അവരുമായിട്ട് മൊമെന്റ്സ് ഷെയർ ചെയ്യുക, എന്താ പറയുക, അവരിൽ ഒരാളായിട്ട് നമുക്ക് തോന്നും. അപ്പം ഭയങ്കര, ഇപ്പം അവരുടെ മുമ്പിൽ ഡാൻസ് ചെയ്യുക, അവരുടെ മുമ്പിൽ എൻജോയ് ചെയ്യുക. ഇപ്പം നമ്മൾ ഡാൻസ് ഒക്കെ ചെയ്യാൻ പറയുമ്പോഴത്തേനും ആ ക്രൗഡിന്റെ കൂടെ ഇറങ്ങി ചെയ്യുമ്പോഴത്തേനും നമ്മൾ കോളേജിൽ എങ്ങനെയാണോ അതുപോലെയാ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോളേജിൽ ഇങ്ങനെ പോവാനും, അവരുടെ കൂടെ എന്താ പറയുക, ഡാൻസ് കളിക്കാനാണെങ്കിൽ ഡാൻസ് കളിക്കുക, അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ഡാൻസർ കൂടെ ആണല്ലോ. അപ്പോൾ ശരിക്കും ഫസ്റ്റ് ടൈം ഡ്യൂഡിലാണല്ലോ ഒരു പ്രോപ്പർ ഡാൻസ് ആയിട്ടൊരു, അല്ലേ? എന്ന് പറയാൻ പറ്റില്ല. മറ്റേ ഇന്റർനാഷണൽ ഓർക്കസ്ട്രയിൽ ഒരു ചെറിയ പോർഷൻ ഉണ്ടായിരുന്നു എനിക്ക് ഡാൻസ് ചെയ്യാനായിട്ട്. പിന്നെ കുറച്ച് അവിടെ ഇവിടെ പ്രോപ്പർ ആയിട്ട് ഒരു ഡാൻസ് ഭയങ്കര രസമായിരുന്നു. അതായത് പാട്ട് കേട്ടപ്പോൾ തൊട്ട് ഭയങ്കര ഇഷ്ടമായി എനിക്ക്. അതിന്റെ റഫ് ട്രാക്കാണ് ഞാൻ കേട്ടത്, പക്ഷെ ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞ് ഞാനും ഞങ്ങളുടെ ടീം എല്ലാവരും ഇത് പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ പാട്ട് നമ്മൾ പ്ലേ ചെയ്ത്, നമ്മൾ കൊറിയോഗ്രാഫി ചെയ്ത്, അത് ഷൂട്ട് ചെയ്ത സമയത്ത് മഹാബലിപുരത്തായിരുന്നു ഷൂട്ടിൻ്റെ കുറേ പോർഷൻസ്, ഈ ഡാൻസിൻ്റെ പോർഷൻസൊക്കെ. അപ്പോൾ അവിടെ അടുത്ത് ഞങ്ങൾ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് എന്തോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയപ്പോഴത്തേനും അവിടെ ഇത് ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതായത് ഒരു ദിവസം അത് കേട്ടുള്ളൂ അവര്. അപ്പം അതവര് പാടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ യുനോ അത് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പം ഇറ്റ് വാസ് ലൈക്ക്, അപ്പം എനിക്ക് തോന്നുന്നു പാട്ട് ഇറങ്ങുന്ന സമയത്ത് അത്രയും ഭയങ്കര മിക്സ്ഡ് കമൻസ് ആയിരുന്നു, മിക്സ്ഡ് റിവ്യൂസ് പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതൊരു എന്താ പറയാ, ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ ഓക്കെ, സെക്കൻഡ് ടൈം കേൾക്കുമ്പോൾ കൊള്ളാം, തേർഡ് ടൈം അങ്ങനെ ഒരു പരിപാടി വന്നപ്പോൾ ഇറ്റ്സ് ആക്ച്വലി എ സ്ലോ പോയിസൺ സോങ്.
ഈ ശരിക്കും പറയല്ലേ ഇത് ഭയങ്കര പേഴ്സണൽ ആട്ടോ. അതായത് ഞാൻ 4 വർഷം മുമ്പ് മമിതനെ കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ട് എല്ലാരോടും ഒരേപോലെ ഹൈ ബൈ പറയുന്ന ആള് ഡൗൺ ദ ലൈൻ ഇപ്പൊ 4 years കഴിയുമ്പോഴും ആ സെയിം ആളെ തന്നെ ഞങ്ങൾ മീറ്റ് ചെയ്ത് എങ്ങനെ ഇത്ര സിമ്പിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്നത്? അത് ഞാനല്ലേ, അത് മാറുന്നില്ലല്ലോ. അത് എന്തൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും നമ്മളായിട്ട് തന്നെയല്ലേ നിൽക്കുക. ഇപ്പം എനിക്കൊന്ന് അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ ഗ്രൗണ്ടഡ് ആക്കുന്നത് നമ്മുടെ ഫാമിലി, പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സ്. അവരെപ്പോഴും നമ്മുടെ കൂടെ വേണം. നമ്മളെന്തെങ്കിലും ഓക്കെ നമ്മൾ കുറച്ച് കൊള്ളാം, നമ്മൾ ഈ പരിപാടി കൊള്ളാം, നമ്മൾ ഇച്ചിരി സെലിബ്രേറ്റ് ചെയ്യും എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു 2 എന്താ പറയുക ട്രോളും മീംസും ഒക്കെ നമ്മളുടെ ട്രോളും മീംസും ഒക്കെ അയച്ചു തരും. അപ്പം തന്നെ എവിടെയും പോയിട്ടില്ല. അങ്ങനെ ഞാൻ ഇപ്പം ചുമ്മാ പറഞ്ഞു കേട്ടോ. പക്ഷെ ബേസിക്കലി നമ്മൾ എന്താ പറയുക, എനിക്കങ്ങനെ ഭയങ്കര പേഴ്സണലി എനിക്ക് ഒരു ചേഞ്ച് തോന്നിയിട്ടില്ല. അത് കരിയർ വൈസ് നമ്മളുടെ പരിപാടികൾ മാറുന്നു എന്നുള്ളതല്ല, പേഴ്സണലി എനിക്കൊരു ചേഞ്ച് തോന്നിയിട്ടില്ല. ഞാനിപ്പോഴും എനിക്ക് സമയം കിട്ടുമ്പോഴത്തേനും ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുണ്ട്, അവളും കൂടെ ചായ കുടിക്കാൻ പോകും രാത്രി. അപ്പം ഇതൊക്കെ ഞങ്ങൾ പണ്ടും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിപ്പോഴും ചെയ്യുന്നുണ്ട്. അങ്ങനെ എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഈ അപ്കമിങ് മൂവീസിനെ പറ്റി പറയുമ്പോൾ മലയാളത്തില് ഇപ്പൊ പ്രൈമറി 2 ഉണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്താ പ്രൈമറി 2ന്റെ ഒരു സ്റ്റേജ്? എനിക്കും അറിയില്ല സത്യം പറഞ്ഞാൽ. കാരണം പ്രൊഡക്ഷൻ ഇതുവരെ ഒരു ഒഫീഷ്യൽ ആയിട്ട് നമ്മളെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഹോൾഡിൽ നിൽക്കുകയാണ് എന്താണ് അപ്ഡേഷൻ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഒഫീഷ്യൽ ആവുന്നോളം വരെ നമുക്കൊന്നും പറയാനും അറിയത്തില്ലല്ലോ. ഗിരീഷ് ചേട്ടനെ വേറെ പടം കൂടെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബെത്ലഹേം കുടുംബ യൂണിറ്റ്. നിവിൻ ചേട്ടനായിട്ട് മുമ്പ് പടം ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കോമ്പിനേഷൻ പടം കണ്ടവർക്ക് ആക്ച്വലി ഭയങ്കര വർക്കായ കോമ്പിനേഷൻ ആയിരുന്നു. ശരിക്കും എങ്ങനെ ആയിരിക്കും ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെ? ഒരു ഫൺ പരിപാടി ആയിരിക്കും. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ ക്യാരക്ടർ ചെയ്യാനായിട്ട്. എനിക്ക് അതിൻ്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതറിയില്ല എങ്ങനെ ചെയ്യും, എന്താണ് പരിപാടി എന്നറിയില്ല. അപ്പം എന്താ പറയുക, ഇപ്പോഴത്തെ കമ്മിറ്റ്മെന്റ്സ് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് കയറാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ടിപ്പിക്കൽ ഗിരീഷ് എഡീസ് ഉള്ള പടമാണോ? ഡിഫറൻസ് ഉണ്ട്, പക്ഷേ ഈ എന്താ പറയുക ആ ഗിരീഷ് എഡി ഫ്ലേവർ ഉണ്ടാവും. ഇപ്പൊ ജനനായകൻ പറഞ്ഞു റിലീസ് ചെയ്യാണ് ജനുവരിയിൽ. സൂര്യ 46 നമുക്കറിയില്ല, ഷൂട്ട് നടക്കണുള്ളൂ. അതിൻ്റെ ഇടയിൽ ധനുഷിന്റെ ഒരു പടം കൂടെ ഉണ്ട്, വിഘ്നേഷ് രാജ ഡയറക്റ്റ് ചെയ്യണം. അതെന്താ ശരിക്കും ത്രില്ലറാണോ? അതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല, കൂടുതൽ പറയാൻ പറ്റുമോ എനിക്കറിയത്തില്ല. പക്ഷെ അതൊരു എന്താ പറയുക, അതിനകത്ത് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, D54 പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് കണ്ടാൽ മനസ്സിലാവും ഒരു റൂറൽ ഏരിയ ആണ് പരിപാടി. അങ്ങനത്തെ ഒരു ക്യാരക്ടറും പരിപാടികളൊക്കെയാണ്. അപ്പം കൂടുതൽ അതിനെപ്പറ്റി പറയണോ വേണ്ടോ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ജനനായകൻ ഓൾസോ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഈ പറഞ്ഞ കൂടുതൽ പറയാൻ അറിയത്തില്ല. നമുക്ക് January 9 റിലീസ്. അപ്പം അതിൻ്റെ സമയത്ത് ഈ പറഞ്ഞ പ്രൊമോഷന്റെ കാര്യത്തിലൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് പറയാൻ പറ്റുമായിരിക്കും. ഈ ശരിക്കും ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ സംഗീതത്തിന്റെ കൂടെ പടം ചെയ്യുന്നുണ്ട്. അതിന്റെ ശരിക്കും എങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് വരുമ്പോഴത്തേക്കും സെയിം ഇപ്പം ഗിരീഷ് ചേട്ടൻ്റെ കൂടെ പടം ചെയ്യുന്ന പോലെ തന്നെയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം സംഗീതേട്ടനെ, ഡിനോയ് ചേട്ടനെ ഇവര് എനിക്കറിയാം. അപ്പം ആ പടം ചെയ്യാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിനകത്ത് ഈ പറഞ്ഞ ഞങ്ങളുടെ കോമ്പിനേഷൻ ഞങ്ങൾ എങ്ങനെയാണോ അതാണ് ഡിനോയ് ചേട്ടന് ആ പടത്തിനകത്തും വേണ്ടത്. അപ്പം അത് ഡെലിവറി ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അപ്പം നോക്കാം. ഈ ഡ്യൂഡിനെ പറ്റി പറയുമ്പോൾ ഒരാളെ പറ്റി വിട്ടുപോയി, ശരത് കുമാർ സാറ്. കുറെ കോമ്പിനേഷൻ സീൻസ് ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ ട്രെയിലർ കണ്ടിട്ട്. എങ്ങനെ ശരിക്കും ആ വൈബ്? പ്രൊമോഷനൊക്കെ ഞങ്ങള് ആദ്യമായിട്ടാണ് ശരത് കുമാർ സാർ ഡാൻസ് കളിക്കുന്നത്. ശരിക്കും എങ്ങനെയാ പുള്ളിയുടെ വൈബ് സെറ്റില്? അടിപൊളിയാണ്. അയ്യോ, സാർ ഇസ് ലൈക്ക് എന്താ പറയാ, ഭയങ്കര സീനിയർ. നമ്മൾ ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ഗൗരവമുള്ള ആളായിട്ട്, നമുക്ക് കുറച്ച് പേടിയുള്ള ആളുണ്ട്. പക്ഷെ ഇത് ആക്ച്വലി റിയൽ പൂക്കി. ഭയങ്കര സ്വീറ്റാണ്. നമ്മുടെ അടുത്ത് വന്നിട്ടിരുന്ന എല്ലാ കാര്യങ്ങളും പറയും. അതായത് ജസ്റ്റ് ലൈക്ക് എങ്ങനെയാണോ അവരുടെ എന്താ പറയുക ഫാമിലിയിലുള്ള കാര്യങ്ങളാണെങ്കിലും ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. ഇപ്പം രാധിക മാമിൻ്റെ കാര്യം പറയും. അപ്പോൾ രാധിക മാമിൻ്റെ കൂടെയും ഞാൻ അഭിനയിക്കുന്നുണ്ട്. അപ്പം രാധിക മാമിൻ്റെ കാര്യം പറയും. അങ്ങനെ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഭയങ്കര എനിക്കൊന്ന് ശരത് സാർ നമ്മളെ ഭയങ്കര സീൻ ആക്കും. അതായത് സീൻ ആക്കുമെന്ന് വെച്ചാൽ വിൽ ഫീൽ സീൻ. ബേസിക്കലി
സാറ് വന്നിട്ട് അടുത്തിരുന്നിട്ട് എന്ത് പറ്റിന്ന് മൂഡ് ഔട്ട് ആണല്ലോ. ആ ഞാൻ കേട്ടു. ആ, വേറെ അങ്ങനെയൊക്കെ ആരും ഇത് ചോദിക്കും. ചോദിക്കില്ല, സാറ് ചോദിക്കും. അതായത് ഞാൻ ബേസിക്കലി പറയുന്നത് അങ്ങനെ സാറിന് ചോദിക്കേണ്ട ആവശ്യമില്ല. സാറ് അവിടെ വരുന്നു, സാറിന്റെ ജോലി ചെയ്യുന്നു, പോയാൽ മതി. പക്ഷെ സാറ് വന്നിട്ടിരുന്ന് ചോദിക്കും എന്താ. അപ്പം ഞാൻ പറയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുമ്പോഴത്തേനും അത് ഇതാണ്, ഇങ്ങനെയാണ്, നമ്മളെങ്ങനെയാണോ ഒരു എന്താ പറയുക, ഒരു സീനിയർ ആക്ടർ അല്ലെങ്കിൽ നമ്മളൊരു മെൻറ്റർ എങ്ങനെയാണോ നമ്മളെ ഗൈഡ് ചെയ്യുക, അതുപോലെ ഗൈഡ് ചെയ്ത് തരും. അപ്പോൾ കുറേ അഡ്വൈസസും ഭയങ്കര സെൻസിബിൾ ആൻസേഴ്സാണ്. എപ്പോഴും ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും, ഭയങ്കര സെൻസിബിൾ. ഞാൻ അന്ന് ഒരു പ്രദീപ് സാറിൻ്റെ ഹീറോ മെറ്റീരിയൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴത്തേനും കറക്റ്റായിട്ടുള്ള ആൻസറാണ് അത്. അപ്പം അങ്ങനെ ഭയങ്കര പ്രിസൈസ് എന്നാൽ ഭയങ്കര കാം, പക്ഷെ സ്വീറ്റ്, ഭയങ്കര രസമാണ് സാറിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ, ഭയങ്കര രസമാണ്. ഇപ്പോൾ കരിയർ ഡ്രീംസിനെ കുറിച്ചിട്ട് എപ്പോഴും പറയുന്ന ആളാണ്. പണ്ട് പാഷനേറ്റ് എന്നായിരുന്നല്ലോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിരുന്ന ക്യാപ്ഷൻ. അപ്പോൾ ശരിക്കും ഇപ്പോൾ ലോകയൊക്കെ നമ്മൾ വന്ന സമയം ലോക കണ്ടിട്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ. ശരിക്കും അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ഡ്രീം ക്യാരക്ടറാണോ? പിന്നെ തീർച്ചയായിട്ടും അങ്ങനത്തെ പരിപാടികളൊക്കെ, അതായത് ലോക കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി. എനിക്കിങ്ങനെ എന്താണെന്ന് അറിയത്തില്ല, അത് നമ്മളുടെ ഒരു സ്വന്തം ജയം പോലെയൊക്കെ തോന്നൂലേ, അങ്ങനെയൊക്കെ തോന്നിയ ഒരു പരിപാടിയായിരുന്നു അത്. അത് ഞാൻ 2 വട്ടം പോയി കണ്ടു ലോക. അത് ബേസിക്കലി അങ്ങനത്തെ ഒരു പടം, അതുപോലത്തെ ഒരു വിഷൻ, അങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ ബാക്ക് ചെയ്യുന്നു, അത് ഭയങ്കര ഹിറ്റാകുന്നു എല്ലാ മേഖലയിലും. അതിനകത്ത് എവ്രിതിങ്, ഡയറക്ഷൻ, എവ്രിതിങ്, ലൈക്ക് മ്യൂസിക്, എഡിറ്റിംഗ്, എല്ലാം, സിനിമാറ്റോഗ്രാഫി, എവ്രിതിങ് വാസ് ഓൺ പോയിന്റ്. നമുക്കത് ഭയങ്കരമായിട്ടും ഇങ്ങനത്തെ ഒരു പടം കിട്ടണം എന്ന് തോന്നൂലേ, അതുപോലെ തോന്നിയൊരു മൊമെൻറ്റാ. അത് എന്താ പറയുക, ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ട ഒരു പടമാണത്. ടോക്സ് നടക്കുന്നുണ്ടോ അങ്ങനെ ഒരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള കുറച്ച് ഓവർ ദി ടോപ്പ് ആക്ഷൻ അങ്ങനത്തെ പടങ്ങൾ? അങ്ങനെ ഇല്ല, ഇതുവരെ അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും വന്നിട്ടില്ല. ഇപ്പം ഫീമെയിൽ സെൻട്രിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷെ അതല്ലാണ്ട് ഈ ഒരു സ്കെയിലുള്ള പരിപാടികളൊന്നും ഇതുവരെ വന്നിട്ടില്ല. സോ ഡ്യൂഡിയിൽ ഞങ്ങൾ എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഡ്യൂഡ് ദിവാലിയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്താ പറയുക, ഞാൻ പറഞ്ഞ ഒരു പാക്കേജ് മൂവി ആയിരിക്കും അത്. ഇൻ എവ്രി വേ ഫണ്ണുണ്ടാവും, മാസം ഉണ്ടാവും, എന്താ പറയുക, ഇമോഷണൽ, റൊമാൻസ്, ഫ്രണ്ട്ഷിപ്പ്, എവ്രിതിങ് വിൽ ബി ദാറ്റ്. എനിക്ക് തോന്നുന്നു അതാണ് ഡൂഡിനെ സ്പെഷ്യൽ ആക്കുന്നു. ആൻഡ് ഡൂഡിനെ കാണാൻ പറ്റും ബേസിക്കലി. സിനിമയിലെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? അപ്പോൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ സിനിമയുടെ ഉള്ളിലെ പ്രൊഫഷണൽ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ സംഗീതേട്ടൻ, ഇവരെല്ലാവരും, നമ്മുടെ പ്രേമലു ടീം, നസ്ലൻ, ശ്യാമേട്ടൻ, അഖിലേച്ചി, എല്ലാവരും, ഞങ്ങളെല്ലാവരും കണക്റ്റഡ് ആണ്. പിന്നെ അതേപോലെ അനശ്വര, അപ്പം ഇവരൊക്കെയാണ് സെയിം വൈബിലുള്ളവരാ. ശരിക്കും ജനനായകൻ റിലീസാണ്, പക്ഷെ അതിന്റെ ഒരു പ്രഷർ ഉണ്ടോ? ബീയിങ്ങിന്റെ വിജയ് മൂവി, അതും സാറിന്റെ ലാസ്റ്റ് മൂവി. പ്രഷറില്ല, കാരണം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത പടമാണ്. എനിക്ക് കിട്ടിയ ഒരു റയറസ്റ്റ് മൊമെന്റ് ആയിരുന്നല്ലോ സാറിൻ്റെ കൂടെ അഭിനയിക്കുക എന്നുള്ളത്. അത് ഞാൻ എപ്പോഴും എന്നെ ഗ്രേറ്റ്ഫുൾ ആണ്. എനിക്കറിയത്തില്ല അതിൻ്റെ റിസൾട്ട് എന്ത് വേണേലും ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. കാരണം എൻ്റെ ആഗ്രഹം സാധിച്ചു. ഐ ഫീൽ വെരി ഹാപ്പി. സാർ ശരിക്കും ആ വീഡിയോ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ പറഞ്ഞത്? ഏതാ? ഈ നേരത്തെ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞത് ഇനി വിജയ് ഞാൻ ചോദിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല, ഇല്ലാന്ന് തോന്നുന്നു. ആ വീഡിയോ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. വിജയ് സാർ മീംസ് ഒക്കെ എൻജോയ് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞല്ലോ. അപ്പോ ഈ ഗോട്ട് റിലീസായി കഴിഞ്ഞപ്പോ സംഗീതേട്ടനും ഈ പറഞ്ഞ കൊറേ ഇങ്ങനെ ട്രോളുകൾ അത് ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു സാറിന്. ഞങ്ങളെ ചോദിക്കാൻ വന്നത് കാരണം സംഗീതേട്ടനായിട്ടും വിജയ് സാറായിട്ട് കണക്ഷൻ ഉള്ള ഒരാള് മമിതയാണ്. അപ്പൊ കാണിച്ചു കൊടുത്തു, സാർ ചിരിക്കുകയും ചെയ്തു. സാർ തിരിച്ച് മെസ്സേജ് ആണോ റിപ്ലൈ ഒക്കെ തരും? അല്ല, ഞാൻ നമ്മള് ഷൂട്ടിന്റെ സമയത്തായത് കാണിച്ചു കൊടുത്തേ, അപ്പം ചിരിച്ചു. സംഗീതേട്ടൻ എന്ത് പറഞ്ഞു? എന്നിട്ട് സംഗീതേട്ടൻ എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസം ഇങ്ങനെ സാറായിട്ട് ചോദിച്ചു വീഡിയോ കോള് ആരെങ്കിലും ചെയ്യണോ എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ എന്റെ ചേട്ടനെയും സംഗീതേട്ടനെയും ഒക്കെ വീഡിയോ കോൾ ചെയ്തായിരുന്നു. ഇവർ രണ്ടുപേരും ആകെ കിട്ടിയത്. അപ്പം ഇങ്ങനെ സംസാരിച്ചപ്പം ഇതുപോലുള്ള കോൺവെർസേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോ ദിസ് ദിവാലി ഗോയിങ് ടു ബി ഡ്യൂഡ് ദിവാലി. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരെയാണ്.
ഇപ്പൊ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ കുട്ടി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് സ്റ്റിൽ ഒരുപാട് വർഷം കഴിഞ്ഞാൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈം ബീങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. എല്ലാ സിനിമകൾക്കും വലിയ വലിയ വിജയം ഉണ്ടാവട്ടെ. താങ്ക് യു ഫോർ ദ ടൈം ബീങ്. താങ്ക് യു.